ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് Hello. Hi. First of all, it's a very, very elegant attire that you have. Thank you so much. ഒരു ചെറിയ introduction തരാമോ? Your name, Okay. what do you do? Okay. Myself, Fasna Abdul Jalil. I'm actually, basically I'm from IT field, but right now I'm doing some business, kind of business. My passion is food, medical related industry. My husband also having, so I'm joining with him also. Wow. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് currently. അടിപൊളി. And my inspiration, Sheila Kochusep. She's my what to say, my inspiration. She is the inspiration for me actually. ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതാണ് that is why I am doing the business. It's because of her എന്ന് വേണമെങ്കിൽ പറയാം. Because നമ്മളെ കേരളത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബിസിനസ് എന്റർപ്രണർ ആണ് പുള്ളിക്കാരത്തി. പഴയ ജനറേഷനിൽ ബിസിനസ്സിലോട്ടൊക്കെ വന്ന് നമ്മളെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരി. അപ്പോൾ ആ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. Inshallah, I think it will come good. Super. I need more prayer also. And I think soon, some years down the line, you will be an inspiration to everyone. Okay? Thank you so much. Wonderful. Thank you so much. Zach, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? Zach ഇത്രയും സുന്ദരിയായ സ്ത്രീകളൊക്കെ ഉണ്ടെന്ന് definitely he'll have something to ask. All the very best Fasna. Business അടിപൊളിയാവട്ടെ. All the very best. Thank you so much. Words കേട്ടപ്പോൾ തന്നെ I feel good. Thank you and all the best. Hello. Thank you, Fasna. Contestant number 2. ഹാപ്പി ഓണം കണ്ടീഷൻ നമ്പർ 2. താങ്ക് യു, സെയിം ടു യു. ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയാലോ നമുക്ക്? എൻ്റെ പേര് ധന്യ സ്റ്റിബിയോ. ഞാൻ 16 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ഒരു വീട്ടമ്മയാണ്, കൂടുതലൊന്നുമില്ല. എനിക്ക് ഏറ്റവും വലിയ കാര്യം വീട്ടമ്മ പറയുന്നത് കൂടുതലൊന്നും ഇല്ല ഈ ലോകത്ത്, വേറെ ഒന്നുമില്ല. കാരണം അത്രയ്ക്കും കൂടുതൽ മൾട്ടി ടാസ്ക് ചെയ്തുകൊണ്ട് അത്രയും കൂടുതൽ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് Actually, homemaker ആണെന്ന് I think is the biggest challenge. No off days at all. Full support ആണോ from your family? Super. Your husband and kids, they are here in the ഇല്ല, club? ഇവിടെ ഇല്ല. മോനുണ്ട്. മോനുണ്ടോ? Okay. 10th പഠിക്കുന്ന ഒരു മോനുണ്ട്. Wow. പഴയൊരു ഓണം ഓർമ്മ ഉണ്ടോ? ഓർമ്മ കുട്ടിക്കാലത്തൊരു ഓർമ്മ? തീർച്ചയായിട്ടും. ഓണമൊന്നുമില്ലാത്ത ആരുമില്ലല്ലോ. എനിക്കുണ്ട് ഓണം ഓർമ്മ. ഞങ്ങളുടെ വീട്ടിലൊക്കെ നല്ലോണം ആഘോഷിക്കുന്നതാണ്. 10 ദിവസത്തിന് മുന്നേ തുടങ്ങും വീട്ടിൽ. 10 ദിവസം അത്തപ്പൂ ഇടും, ഊഞ്ഞാലാട്ടം. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ചുറ്റും, കൂടെ പഠിക്കണവരും അല്ലാത്തവരും ഒക്കെ. പട്ടുപാവടയൊക്കെ ഇട്ട്, കുപ്പിവളകൾ, കല്ലുമാലയൊക്കെ ഇട്ട് രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോവും. അത് കഴിഞ്ഞ് ഞങ്ങളുടെ അവിടെ അസോസിയേഷനൊക്കെ ഉണ്ട്, കുട്ടികളുടെ ബാലക്കൂട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അസോസിയേഷൻ ഉണ്ട്. അവിടെ ഒരുപാട് കളികൾ കാണും, ഓണക്കളികൾ കാണും. ഞങ്ങളുടെയൊക്കെ ഓണം അതാണ്, സദ്യ, ഊഞ്ഞാലാട്ടം, അവിടെ പോയി പ്രോഗ്രാം ചെയ്യുക, ഇതൊക്കെയാണ്. അങ്ങനെ അച്ഛനെ അമ്മയെ നല്ലതായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇത് പറയുമ്പോൾ. താങ്ക് യു സോ മച്ച്. Thank you so much. Thank you. Hi, good evening. Hello, good evening. Again, very beautiful. ഇത് ഇവിടെ എടുത്തതാണോ? അതെ, ഇവിടെ നിർത്തുന്നത്. Lovely. And who has designed the full setup of your തന്നെ ഒരുങ്ങിയതാണോ? My mother-in-law. Wow, very nice. എന്ത് ചെയ്യുന്നു? I'm working in Noon, Dubai, Uh-huh. as a asset coordinator in asset management department. Okay. ഇവിടെ ഹസ്ബൻഡും കുട്ടിയും മദറിലുമായിട്ട് സ്റ്റേ ചെയ്യുന്നു. നിയർലി 10 ഇയേഴ്സോളമായിട്ട് ദുബായിൽ തന്നെ. Wonderful. ഈ വർക്ക് ആൻഡ് ഹോം ലൈഫ് ബാലൻസിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ബിക്കോസ് ഐ നോ ഇറ്റ് ഇസ് ടഫ് വെൻ യു ആർ വർക്കിംഗ് വുമൻ ആസ് വെൽ ആസ് ഹോം, രണ്ടും മാനേജ് ചെയ്ത് പോകണം. വർക്കും ഹോമുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ റിയലി വെരി റിസ്ക് ആണ്. മോളും കൂടി ഉള്ളപ്പോൾ സ്കൂളിൽ വിടണം, രാവിലെ എണീക്കുക, കൊച്ചിനുള്ളത് പാക്ക് ചെയ്യുക, എല്ലാം റിയലി വലിയ റിസ്ക് ഉള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മാനേജ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ
തലേ ദിവസം തന്നെ നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്യുക, എന്താണ് പിറ്റേ ദിവസം ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ വീക്കിലി എല്ലാം പ്രിപ്പയർ ചെയ്ത് അത്യാവശ്യമുള്ളത് ചെയ്ത് വെക്കുക. അതൊക്കെ അങ്ങനെയാണ് ഞാൻ ചെയ്തു വെക്കാറ്. So planning and execution, രണ്ടും everything has to go hand in hand. മോസ്റ്റ്ലി ഞാൻ വർക്ക് ഫ്രം ഹോം എടുക്കും. Okay. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ കിട്ടിയേക്കുന്നത് കൊണ്ട് വീക്ക്ലി ട്വൈസ് ഞാൻ ഓഫീസിൽ പോകാറുണ്ട്. Wonderful. Anyway, hats off to you, Wonder Woman, and all the best. Happy Onam. നമസ്കാരം. നമസ്കാരം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഈ ഉമ്മൽകോയിലിന് ഓണം ഭയങ്കര സ്പെഷ്യൽ ആണല്ലോ പൊതുവെ. അതെ. അതെന്തുകൊണ്ടാണെന്നും നമ്മളെ പറ്റി ഒരു ഇൻട്രഡക്ഷൻ ഒക്കെ നമുക്ക് കിട്ടിയാലും. എൻ്റെ പേര് രാജേഷ ഷെന്തിൽ. എൻ്റെ ഹസ്ബൻഡ് ഡാൻസ് മാസ്റ്ററാണ്. ഒരു മോളുണ്ട്. ഞാൻ നാട്ടിൽ കോഴിക്കോടാണ്. ഈ ഉമ്മൽകോയിലിലെ ഓണവും കോഴിക്കോടിലെ ഓണം തമ്മിൽ വ്യത്യാസം എന്താണ്? ഇവിടെ ഓണം ഡിസംബർ വരെ എപ്പോഴും ഓണല്ലേ? എല്ലാം ഇടത്തോട്ടാണ് പറഞ്ഞു. ഡിസംബർ വരെ എപ്പോഴും ഓണം ഉണ്ടാവുമല്ലോ. വളരെ സ്മാർട്ടായിട്ടുള്ള ആൻസർ ആണോ? കാരണം അത് ലോകത്ത് വേറെ ഉണ്ടാവില്ല, യുവയിലുള്ള പോലെ അല്ലേ? ഇവിടെ ഏറ്റവും ഓർമ്മയുള്ള ഒരു ഓണം, ഏറ്റവും രസകരമായിട്ട് തോന്നിയിട്ടുള്ള കാര്യം അസോസിയേഷനിൽ നിങ്ങൾ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷവും ഈ വർഷവും അതിന് മുമ്പത്തെ വർഷമൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും? ഓർമ്മകൾ കുറേ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം ഹസ്ബൻഡ് കപ്പിൾസ് ആയിട്ട് കളിച്ചിട്ടുണ്ട്. അതെന്നെ വലിയൊരു ഓർമ്മയാണ്. ഇപ്പോഴും കളിക്കുന്നുണ്ട്. അത് വലിയൊരു മെമ്മറിയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലായിടത്തും എന്തെങ്കിലും പറയുന്നുണ്ടോ ഹാപ്പി ഓണം അല്ലാതെ? എല്ലാവരോടും നന്ദി. എല്ലാവരോടും നന്ദി. കൈയടി. താങ്ക് യു സോ മച്ച്. Can we have an introduction? Okay. My name is Sanvi. ഞാൻ ന്യൂ ഇന്ത്യൻ സ്കൂൾ ഉമ്മൽക്കോയിലിൽ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. Okay, wonderful. എൻ്റെ ഹോബീസ് സിംഗിങ്, ഡാൻസിങ്, ഡ്രോയിങ് ഇതൊക്കെയാണ്. Wonderful. So you're still a school student, so your examinations are not going on right now? No. Like we have vivas. All right. So I know this is a question that you would have heard a lot from other people, but still, when people ask you what you want to become, do you have a definitive answer, or is it something that you're still figuring out? Yes, for I do yourself? have a definite answer. I want to become a doctor. Wow. Okay. Yeah. And എനിക്ക് സിംഗിങ് കരിയർ കൂടി അതിൻ്റെ കൂടെ കൊണ്ടുപോകണം. So one profession to make money and one passion to keep you pumped up. Yeah? Yes. Yeah, can you sing 2 lines? രണ്ടുപേരും പാടാൻ പറ്റുമോ? Yeah. We'd love to hear. Awesome. God bless. Happy Onam. Thank you. Happy. ഞാൻ പറഞ്ഞു ചോദ്യങ്ങൾ വലിയ ഡിഫിക്കൽട്ട് അല്ല. നിങ്ങൾ തോന്നുന്നു ഡിഫിക്കൽട്ട് ആണെന്ന്? യെസ് ഓർ നോ? ചോദ്യങ്ങൾ പോരാണോ? പറയാൻ പറ്റില്ല. പുരുഷ കേസരികളെ നിങ്ങൾ റെഡിയാണോ? ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളേ ഉള്ളൂ. ഓക്കെ, റെഡി? നെക്സ്റ്റ് കോണ്ടസ്റ്റന്റ്. കണ്ടസ്റ്റന്റ് നമ്പർ 6 അല്ലത്. നിങ്ങൾക്ക് ഭയങ്കര ഗ്രൗണ്ട് സപ്പോർട്ട് ആണല്ലോ. നിങ്ങൾ നേരത്തെ വന്നപ്പോൾ ഭയങ്കര ഏരിയായിരുന്നു. എന്താണ് പേര്, എന്താണ് ഇൻട്രൊഡക്ഷൻ? ഞാൻ ഫാത്തിമ ഷഹീൻ. ഞാൻ 11th ഗ്രേഡ് പഠിക്കുന്നു.
international Indian student. I love drawing, painting, calligraphy. I love enjoying that. ഞാനൊരു മലപ്പുറംകാരിയാണ്. ഒരു ചോദ്യം, എന്താണ് ഈ ഗ്രൗണ്ട് സപ്പോർട്ടിന്റെ രഹസ്യം? ഇവരെല്ലാരും എൻ്റെ ഫാമിലിയാണ്. സോ ഈ ഫാമിലിയോട് എന്താ പറയാനുള്ളത്? വാട്ട് യു ഷെയർ വിത്ത് ദം? ഞാനിവിടെ കോൺഫിഡൻ്റിൽ നിൽക്കുന്നത് ഇവര് കാരണമാണ്. സോ അതന്നെയാണ് എൻ്റെ ആൻസർ. Perfect. Pakka confidence and it's beautiful. Thank you. All the very best to you. Thank you. Thank you, sir. Thank you. ഹലോ, നമസ്തേ, എന്താ പേര്? ഞാൻ ദിവ്യ ഹരി, ഉമ്മൽക്കോയിൽ തന്നെയാണ്. ഭർത്താവ് ഹരി, 3 മക്കളുണ്ട്, വീട്ടമ്മയാണ്. ഭർത്താവിൻ്റെ ബിസിനസ്സാണ്. അപ്പം എന്നെ കഴിയുന്ന രീതിയിൽ അദ്ദേഹത്തിന് സഹായിക്കും, സപ്പോർട്ട് ചെയ്ത് പോകുന്നു. ഓൾറൈറ്റ്. അപ്പൊ ഞാൻ എനിക്ക് വേറെ ഒന്നും ചോദിക്കാനൊന്നുമില്ല. ഓണസദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റം ഏതാണ്? പോലെ മോന്. എനി സ്പെസിഫിക് റീസൺ ഓണം ഇഷ്ടപ്പെടാൻ? ചെറുപ്പം മുതലേ ഓലിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതെപ്പോഴും അങ്ങനെ തന്നെ. ഓക്കെ, ബാക്കിയുള്ള ഐറ്റംസ് പായസം. പായസം എന്ന് പറയുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള പായസം? പാലട, അടപ്രഥമൻ എല്ലാം ഉണ്ടാക്കുമോ വീട്ടില്? ഉണ്ടാക്കും. ഉണ്ടാക്കും. ഓക്കെ, അടിപൊളി. കൂടുതൽ ചിന്തിക്കാനൊന്നും സമയമില്ല, സ്പോട്ടിൽ ഉത്തരം പറയാൻ On the spot, because she was സമ്മതിക്കുന്നു. വെരി ഫോക്കസ്ഡ്. focused. All right. Thank you so much and happy Onam. തമ്മിലാണ്. നമസ്കാരം. ഭയങ്കര സപ്പോർട്ടുള്ള ഇവിടെ. അത് 360 ഡിഗ്രി എല്ലാ സൈഡിലും സപ്പോർട്ട് കൊടുക്കുന്നതാണ്. മക്കളാ ഇവിടുന്ന് മക്കളാണല്ലേ? എത്ര മക്കൾ? മോളും മോളുടെ ഫ്രണ്ട്സും. അപ്പൊ പിന്നെ എന്തായാലും സപ്പോർട്ട് കിട്ടുമല്ലോ. ഡെഫിനറ്റ്ലി. അപ്പൊ എന്താണ് ഇൻട്രൊഡക്ഷൻ? എന്താ പേര്? എന്റെ പേര് നാട്ടിലാണ് ദിവ്യ ശ്രീകുമാർ. ദിവ്യ ശ്രീകുമാർ. നാട്ടിലെവിടെയാണ്? നാട്ടിലെ കാസർഗോഡാണ്. കാസർഗോഡാണല്ലേ? ഓക്കെ. കാസർഗോഡ് ഓണം വളരെ ഡിഫറെന്റ് ആണല്ലോ അല്ലേ? എന്താണ് കാസർഗോഡ് ഓണത്തിന്റെ ഒരു പ്രത്യേകത? അങ്ങനെ പ്രത്യേകത എന്ന് ചോദിച്ചാല് അതെന്തെന്നല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ എന്താക്കുന്നു ചെല്ലണ്ട. എങ്ങനെ നമ്മൾ ഓണം ആഘോഷിക്കുന്നത് എല്ലാം വിഷയം പറഞ്ഞിട്ട് അത് വേറെ നമ്മുടെ നാട്ടുകാർ വേറെ തന്നെ അങ്ങനെയെന്ന് വെച്ചാല് നാട്ടില് അവിടെ പുലിക്കളി ഈ പറഞ്ഞ ഇത് അച്ചടി മലയാളം അല്ല, ഞാനിവിടെ വന്നിട്ട് വർഷം കുറേ ചെന്നാലും ഉള്ളിലുണ്ടാവും. കുറവാണ്. ആണല്ലേ? നൈസായിട്ട് ചോദ്യം ഒഴിവാക്കിയിരിക്കണം. എന്നാലും കുഴപ്പമില്ല. കേട്ടോ, പിന്നെന്താ, പുലികളി എന്നൊക്കെ ഉള്ളത് നമ്മുടെ നാട്ടിൽ കുറവാണ്. അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ചെണ്ടമേളം, ഈ അമ്പലങ്ങളിലെ ഉത്സവങ്ങളിൽ അങ്ങനെയൊക്കെ ഉള്ളു. ഇവിടെ വന്ന ശേഷമാണ് ഈ പൂരത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. അത് കണ്ട് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ കുറച്ച് പേര് ഇവിടുന്ന് ചെണ്ട പഠിച്ച് പിന്നെ അരങ്ങേറി ഇപ്പോൾ കുറേ പ്രോഗ്രാംസ് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡാൻസ് ടീച്ചറാണ്. വീട്ടിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്, പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ബ്യൂട്ടിഫുൾ അല്ലേ? ഈ ഡാൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. കയ്യും കാര്യം കൊടുക്കാന്നല്ലാണ്ട് വേറെ സംഭവിച്ചിട്ടില്ല. സോ പൊതുവെ ബോഡി മൂവ്മെന്റ് വഴക്കില്ലാത്ത ആൾക്ക് അല്ലെങ്കിൽ അത് വഴങ്ങാത്ത ഒരാൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ? ഒരു മധ്യവയസ്കനാണെങ്കിൽ പഠിച്ചെടുക്കാം, ആഗ്രഹം ഉണ്ടെങ്കിൽ പഠിച്ചെടുക്കാം. അത്യാവശ്യം താളം ബോധമുള്ള ഒരാളാണെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റുമല്ലോ? തീർച്ചയായും. ഓക്കെ, താങ്ക് യു. ഓഡിയൻസ് സപ്പോർട്ടിന്റെ കൂടി വരികയാണ്. കുറേ വർഷമായി ഞാൻ ഉമ്മൽക്കോയിലിൽ അതിൻ്റെ ഒരു സ്നേഹമാണ് അവർക്ക് കാണിക്കുന്നത്. വേറൊരു ചോദ്യം, എനിക്കിപ്പം നിങ്ങൾ 3 പേര് ഇങ്ങനെ ഒരുമിച്ച് നിന്നപ്പോൾ നിങ്ങൾ 3 പേരുടെ സാരി ഒരേപോലെ ഉണ്ട്. എന്ത് സ്പെഷ്യൽ റീസൺ? ഇല്ല, അത് കോയിൻസിഡൻസ് ആയിട്ട് വന്നതാണ്. പക്ഷെ ഞങ്ങൾ 3 പേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. സൂപ്പർ. ഓക്കെ, വണ്ടർഫുൾ. എന്ത് ചെയ്യുന്നു? എൻ്റെ പേര് സവിത ഷനോജ്. ഞാനിവിടെ UAE 17 വർഷമായി. നാട്ടിൽ തൃശ്ശൂരാണ്. എൻ്റെ ഭർത്താവ് 2 കുട്ടികൾ ആയിട്ട് സുഖമായിട്ടിവിടെ ജീവിക്കുന്നു 17 വർഷമായിട്ട്. ഞാൻ നർത്തകിയാണ്, ഡാൻസറാണ്, ഡാൻസ് ടീച്ചറാണ്. ചെണ്ട പഠിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. പഠിക്കുന്നുണ്ട്, ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ. വാവ്,
നൈസ് നൈസ്. ഏത് ഡാൻസ് ഫോമാണ് പഠിക്കുന്നത്? ക്ലാസിക്കൽ ഡാൻസസ് ആണ്, ഭരതനാട്യം, മോഹിനിയാട്ടം എല്ലാം എല്ലാ ഡാൻസ് ഫോംസും, ക്ലാസിക്കലായിട്ടുള്ള എല്ലാ ഡാൻസ് ഫോംസും. എപ്പോഴാണ് പഠിക്കാൻ തുടങ്ങിയത് ഡാൻസ്? ഞാൻ പഠിക്കാൻ വേണ്ടി 3.5 വയസ്സോട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 10-11 വയസ്സിൽ അരങ്ങേറ്റം. അത് കഴിഞ്ഞിട്ട് ഇതുവരെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. വിനിസാറിന്റെ അടുത്താണ് ഞാൻ പഠിക്കുന്നത്. ഡാൻസ്, when you dance, how do you feel? ആ ഒരു ഫീലിംഗ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാവോ? അത് ഭയങ്കര ഫീലിംഗ് ആണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ് ആ സമയത്ത്. നമുക്ക് ഡാൻസ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം മറന്നിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. നമ്മൾ എത്ര റിഹേഴ്സൽ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഡാൻസ് സ്റ്റേജിൽ വരുമ്പോൾ. നമുക്ക് ആ ഒരു നമ്മൾ ആ കോസ്റ്റ്യൂമിൽ നിൽക്കുമ്പോഴും ആ ഒരു സ്റ്റേജ് അറ്റ്മോസ്ഫിയർ വരുമ്പോൾ നമുക്ക് വേറെ ഒരു ലെവലിൽ നമ്മൾ ഉള്ളിൽ നിന്ന് നമുക്ക് ഡാൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാണല്ലോ, ക്ലീനിങ് വിത്ത് കോൺഫിഡൻസ്. ഓൾ ദി ബെസ്റ്റ് ടു യു. താങ്ക് യു. Okay. This is our final contestants. Woo! Big round, everyone. Big round of applause for them. Thank you. സാൻവി ബൈജു. Sanvi Baiju is the Malayali manga of IAU 2023. Put your hands together for Sanvi Baiju. ഇതിൽ ഒരു കാര്യം പറയാനുള്ളത്, ഈ പ്രൈസിന്റെ ഹാഫ് എനിക്ക് തരേണ്ടി വരും. അവള് വളരെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ കയറ്റിയത്. അവള് കരയായിരുന്നു കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. ഞാൻ ഉറപ്പ് പറഞ്ഞു നിനക്കായിരിക്കും ഫസ്റ്റ് കിട്ടാതെ. ഇതിൽ നിന്ന് കിട്ടുന്ന പാടെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ മടിക്കരുത്, കയറി അങ്ങോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എന്താണ് പറയാനുള്ളത്? നമുക്കൊന്നൊരു 2 വാക്ക് ഷെയർ ചെയ്യണം. അങ്കിൾ ഇപ്പൊ എന്നെ നിർബന്ധിച്ചിട്ടില്ലെങ്കിൽ ഫസ്റ്റ് കിട്ടാൻ. So all thanks to uncle. താങ്ക് യു. ഇനി ഓ യെസ്, മലയാളി മംഗ. And see, you can give the prize to Sujita Baiju. സാൻവി ബൈജു, Sanvi Baiju മലയാളി മംഗ 2023 അല്ലേ അസോസിയേഷൻ. UAQ അസോസിയേഷൻ. നല്ലൊരു ഗായികയാണ്. അസാധ്യ ഗായികയാണ്. What a beautiful singer you are. So beautiful. All the very best to you. നല്ലൊരു ഡോക്ടറും കൂടി ആവട്ടെ. Like the way. Big specialization. Dermatologist. All right. All the best to you. So many congratulations, Sanvi Baiju, the IAU Malayali manga 2023. Next, Purusha Kesari. ഇനിയാണ് ഐറ്റം പ്രഖ്യാപിക്കാനുള്ളത്. ആളിവിടെ ഇല്ല, അത്ര എനിക്ക് പറയാൻ പറ്റും. പക്ഷേ ഇതിൽ ഒരുപാട് ലൈക്ക് സ്റ്റാർ പെർഫോമൻസ് ഉണ്ടായിരുന്നു. നസീർ ഖാൻ, അതുപോലെ തന്നെ നമ്മുടെ നവാസ് ഖാൻ, ഒരുപാട് നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു. പക്ഷേ സ്കോറ് വന്നപ്പോ വാസ്തവത്തിൽ സംഭവം പോയി. ആളിവിടെ ഇല്ലേ? ആളിവിടെ ആളെത്ര ഉള്ളൂ? ആരായിരിക്കും? ഏറ്റവും ചെറുതല്ല, എന്നാലും പറയാം ചെറുതാണ്. പക്ഷെ ഒരു സിനിമ കിടത്തിയതിന്റെ പേരില്, ഒരു മമ്മൂക്ക സിനിമ, ഇമ്മാനുവൽ ജെയിൻ. Emmanuel Jain is the Purusha Kesari of IAU 2023. ഇതിന്റെ പ്രൈസ് നൽകുന്നത് നമ്മുടെ RJ സാൻ. കിരീടം ധരിപ്പിക്കുന്നത് കഴിഞ്ഞ പുരുഷ കേസരിയിലെ ജേതാവായ നമ്മുടെ സ്വന്തം സജാദ് സഹീർ നാട്ടിക. എന്താ സംഭവിച്ച് നല്ല ലുക്കാണ് മുഖത്തുള്ളത്. പേര് തെറ്റിയില്ലേ? പേര് ഞാൻ ആക്ച്വലി 3 കണക്ക് കറക്റ്റാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. യു ഡിസേർവ് ഇറ്റ് ബ്രോ. മോസ്റ്റ് വെൽക്കം. സോ പുരുഷ കേസരി UAQ അസോസിയേഷന്റെ പ്രസിഡന്റ്, പ്ലീസ് ഡു ദി ഓണേഴ്സ്. ഓക്കേ, 2023 പുരുഷ കേസരി വിന്നർ ഈസ് ഇമ്മാനുവൽ ജെയിൻ. ഇത് ഇവിടുത്തെ യങ്ങർ ജനറേഷൻ ഒരു മോട്ടിവേഷനായി തീരണം. അടുത്ത കൊല്ലം ഈ പ്രായത്തിൽ വേണം നമ്മുടെ പുരുഷ കേസരിയായിട്ടും മലയാളി മങ്കയായിട്ടും കണ്ടസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, കിരീട ധാരണം അവസാനത്തെ ചടങ്ങാണ്. നമ്മുടെ
കഴിഞ്ഞ വർഷത്തെ പുരുഷ കേസരി ജേതാവ് നമ്മുടെ വൈസ് പ്രസിഡന്റ് ശ്രീ സജാദ് സഹീർ നാട്ടിക നമ്മുടെ ഇപ്രാവശ്യത്തെ പുരുഷ കേസരി ഇമ്മാനുവലിന് കിരീടം ധരിപ്പിക്കുന്ന ചടങ്ങ്. എവർ റോളിംഗ് തോർത്ത് അടുത്ത ഓണസദ്യക്ക് തോർത്ത് കിട്ടില്ല, ഇതായിട്ട് വന്നാൽ മതി. ഓക്കെ, താങ്ക് യു.